അയ്യോ ആരാ യുദ്ധത്തിന് അനുകൂലം? എപ്പോഴും ഓരോ സാഹചര്യത്തിന് അനുസൃതമായ നിലപാട് നമ്മൾ. അപ്പം യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു നിലപാടുണ്ട്. ആ നിലപാടാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതികളുമായി ബന്ധപ്പെട്ടതല്ല. യുദ്ധത്തോടുള്ള ഒരു പൊതു സമീപനം, അതാണ് സ്വരാജ് പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏപ്രിൽ 22 അവിടെ ഭീകരവാദികൾ 26 പേര് വെടിവെച്ചു. ആ വെടിവെച്ച് വെടിയേറ്റ് മരണപ്പെട്ടത് കൊച്ചിയിലെ രാമേന്ദ്രൻ. അദ്ദേഹത്തിന്റെ മകൾ ആരതി അവരുടെ 5 മക്കളുമായി പൈൻകാടുകളിലൂടെ കൂടി അവരെ സഹായിക്കാൻ കാശ്മീരി യുവാക്കൾ തയ്യാറ്, കാശ്മീരി കുടുംബങ്ങൾ തയ്യാറ്. അവർ പറഞ്ഞത് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ കാശ്മീരി കുടുംബങ്ങൾ എന്റെ കൂടപ്പിറപ്പുകളാണ്, 2 യുവാക്കൾ ഇവരെ സഹായിക്കണ്ട, എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അത് അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. മുസ്ലിം കുടുംബങ്ങളിൽ പെട്ടവരാണ്, അതാണ് അതിന്റെ പ്രത്യേകത. ഈ നിലപാട് അവർ പറഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ചില സംഘങ്ങൾ അവരെ വളരെ ആക്രമിച്ചില്ലേ? അത് മനുഷ്യത്വപരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില തെറ്റായ രീതികൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട്. തെറ്റായ വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കണം. തെറ്റായ വാർത്തകളിൽ ആരും കുടുങ്ങാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഒരു മീഡിയ സംവിധാനം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. ആ മീഡിയ സംവിധാനം ഉപയോഗിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനും അവർ സജ്ജമായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ തെറ്റായ രീതിയിൽ ചിലർ ഇടപെടുന്നുണ്ട്. അത് പൊതുവെ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണ്. ആ രീതിയിലാണ് സ്വരാജിന്റെ പ്രശ്നത്തിലും സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ പ്രകടമായി കോൺഗ്രസിന്റെ ഇന്നലെ പഴയ KPCC പ്രസിഡന്റ്, അങ്ങനെ പറയാൻ ആവശ്യമില്ല, പഴയ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ, അദ്ദേഹം BDS-ആയിട്ട് നടത്തിയിട്ടുള്ള ഭീകരമൊക്കെ പിണറായി വിജയനെ അതിന് എല്ലാ നിലപാടും എന്റെ കയ്യിലുണ്ട്. Subscribe to One India and never miss an update.